ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് എ നൈട്രോ ഗെയിമർ. നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് വേറൊരു വേൾഡാണ്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇത് വേറൊരു വേൾഡാണ്. എൻ്റെ അനിയത്തിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലെയർ കളിക്കുന്ന വേൾഡാണ്. അപ്പം ഇവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഭയങ്കര പാടാണ് കളിക്കാൻ. ചെറിയൊരു വില്ലേജ്, ഒരു സീഡ് ബെറി ഫാം, ഒരു അയൺ ഫാം, ക്രീപ്പർ ഫാം, അതൊക്കെ ഉള്ളു കാര്യമായിട്ട്. ഡയമണ്ട് ഇതെങ്ങനെയാണ് മാറ്റുന്നത്? ഇങ്ങനെ നടന്നും പോയി ഇങ്ങനെ ഈശ്വര. എല്ലാം മറന്നു കളിക്കേണ്ടതേ. ഇപ്പം ആദ്യത്തെ 3 ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. ഇവിടെ ബ്ലൂബെറി ബ്ലൂബെറി ശരി ഉണ്ടച്ചേ. പിന്നെ കഴിക്കേണ്ടത് മറന്നു. ഇത് എക്സിറ്റ്. കാര്യം നോക്കട്ടെ. സെറ്റിങ്സ് കുറച്ച് കാര്യമുണ്ട്. പോരാവേ. ഇപ്പോൾ ഗൈസ് ഞാൻ കൺട്രോൾ വെച്ചിട്ടുണ്ട്. ഇതാ എനിക്ക് കളിച്ച് പരിചയം ചെയ്യാം. ഇപ്പം തൽക്കാലത്തേക്ക് കുറച്ച് സാധനങ്ങൾ മാറ്റാറുണ്ട്. സ്റ്റോണ്, അയൺ, ഓൾ, ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. വുഡുണ്ടോ എന്തോ? വുഡില്ല. മഴ, അമ്മേ വെച്ചു. തൽക്കാലത്തേക്ക് ഓടി അങ്ങോട്ട് കയറിച്ചു. വേറെ വല്ല വീടുണ്ടോ ഈശ്വര? ഞാൻ ഓടണം. അയ്യോ, ഇവിടെ ഇത് നട്ടു വെച്ചാൽ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല നമുക്ക് നട്ടൊക്കെ. ഓടോടോടോടോടോട്. അമ്മേ, ഇവിടെ ഉണ്ടോ? തുറ ഉണ്ട്. മാറിക്കില്ലേ തരാം. ഞാൻ നോക്കാത്ത അപ്പം ഇത് ഡേ 16. എന്താ ഈ വില്ലേജർ മാർക്കി വില്ലേജർ? ഓക്കെ. ഇവിടെ ഫുഡിന് ഭയങ്കര ക്ഷാമമാണ്. ഫാമല്ല, ഫാമിൻ്റെ ഫാമല്ലേ. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിപ്പോയി. ഇവിടെ സ്പ്രൂസ് ബയോ ആയതുകൊണ്ട് നല്ലോണം ഈ സീഡ് ബെറി കിട്ടും. ഫാമിൽ കുറച്ചേ വരുന്നുള്ളൂ. നമുക്കിന്ന് മൈനിങ്ങിന് പോകണം. ഇവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ മറ്റേ ഇതുണ്ടല്ലേ, കേവ്. ഇതാണ് അത് തന്നെ. ഈ ഒരു ഡേർട്ടാണ്. ഇതിൽ നിന്ന് നേരെ കുഴിച്ചറിയും കഴിഞ്ഞാൽ ലഷ് കേവ് കണക്ക് കിട്ടും. അവിടെയാണെങ്കിൽ തോന്നെ ഡയമണ്ടാണ്. ആദ്യം ഞാൻ എന്താ ചെക്കുമെന്ന് വെച്ചാൽ കുറച്ച് നെതറിൽ കയറണം. നെതറിൽ കത്താം. നമുക്ക് ബക്കറ്റുണ്ട് കയ്യിൽ. ബക്കറ്റില്ല. അപ്പം നോക്കട്ടോ.
ഫുഡുണ്ട്. ഒരു ഗൺ പൗഡർ ഫാം, അയൺ ഫാം, അത്രയുള്ള കാര്യമായിട്ട്. അപ്പം ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കട്ടെ, ഒരു വാട്ടർ ബക്കറ്റ്. എൻ്റെ വീട് എവിടെയാണ്? ആദ്യം ഈ ഫുഡൊന്നും ഇതാക്കിട്ടുള്ളൂ. ഇവിടെ ഇല്ലേ വെച്ചത്? അതും മറന്നു. അതാണ്ട് ഇവിടെ ഇതെല്ലാം ഒരേ കണക്കിരിക്കുന്ന സ്ഥലം. വീട് ഇല്ലതാ. ഫുഡില്ല. അപ്പം ഇവിടെ നോട്ടാം. രണ്ട് വുഡ്, ഒരു സോഡ് വേണം, കുറച്ചധികം വുഡ് വേണം. ഇത് എന്നിട്ട് നാളെ ഡയമണ്ട് മൈനിങ്ങിനാവും. അത്യാവശ്യത്തിനുള്ള വുഡായി. പിന്നെ ക്രാഫ്റ്റിംഗ് പേപ്പർ. വുഡ് 20 വുഡുണ്ട്, ധാരാളം. സ്റ്റിക്ക് 4 സ്റ്റിക്ക്. ഒരു ഡയമണ്ട് പിക്കാക്സ്. അയൺ ഇവിടെ വെച്ചു, അതുകൊണ്ട് പറ്റത്തില്ല. അയൺ ഇപ്പം അയണിന് ക്ഷാമില്ല. ഇവിടെ ഒരു 50-40 ബ്ലോക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അയൺ ഫാമാണ്. ശരിയോ? അതാണ്ടേ ഒരു അയൺ പിക്കാക്സിനുള്ള സ്റ്റിക്കില്ല. കുഴപ്പമില്ല. ഈ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കണം. ഡയമണ്ടിന് വേണമെങ്കിൽ കാര്യം ചെയ്യാം. ഡയമണ്ട് മൈനിങ്ങിന് പോകാം. ഷീൽഡ് ഷീൽഡ് ഉണ്ടാക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ പണിയാവും. ഇതെങ്ങനെയായിരുന്നു മറന്നു. അയൺ എവിടെയോ? ഇതിവിടെ നിന്ന് മാറ്റണം പറഞ്ഞു. കിട്ടി. അങ്ങനൊരു ഇതും കിട്ടി. അയൺ പോവാം. ഇവിടെ എവിടെയാണ് ഫുഡ് എടുത്തിട്ടുള്ളത്? അവിടെ ഇങ്ങോട്ടായിരുന്നു. മുന്നോട്ട് പോയപ്പോൾ അങ്ങോട്ട് ഇതാണ്ട് ഇവിടെ എല്ലാം കളിക്കട്ടെ. ശരിയാക്കട്ടെ. ആദ്യത്തെ മൈനിങ്ങിന് നോക്കാം. ഞാൻ ലഷ്കേവിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കണം. റോസ് കളർ എവിടെ? അങ്ങനെ നിറയെ മരമായതുകൊണ്ട് ഒരു വിധം കണ്ടുപിടിക്കാൻ നിൽക്കണില്ല.
എൻ്റെ പിള്ളേരെ ഇത് കണ്ടുപിടിക്കാൻ ലാഭം ഇങ്ങോട്ട് അതാണ്ട് ഷവലെടുത്തില്ല, കുഴപ്പമില്ല. സ്റ്റിക്ക് വെച്ചെങ്കിൽ സ്റ്റിക്ക് വെച്ച് അയ്യോ ടോർച്ച് ഉണ്ട്. സ്റ്റോൺ ഒരു ടോർച്ച് ഇങ്ങോട്ട് വെച്ചേക്കും, ഒരു ബ്ലോക്ക് ഇങ്ങോട്ട്. നമുക്ക് കുടിക്കാം. എത്തിയിരുന്നാൽ അറിയായിരുന്നു. അമ്മേ ഈശ്വര, ഞാൻ പെട്ടു. വേണ്ടായിരുന്നു. ഒന്ന് കുനിഞ്ഞിട്ട് ഈ ഷീൽഡ് സമ്മതിക്കാക്കട്ടെ. ഇവിടെ ഒരു ബ്ലോക്ക്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുഴിച്ചിട്ട് ഇതിങ്ങോട്ട് കുടിക്കണം. മതിയായി. ഞാനിവിടെ വല്ല കേവ് ഉണ്ടെങ്കിൽ അറിയിപ്പിക്കാം. ഞാനെന്താ ഇങ്ങോട്ട് വീഴണേ? വല്ല കേവ് എല്ലാം കാണുകയാണെങ്കിൽ അറിയിപ്പിക്കാം. ഇവിടെ നിറയെ വെള്ളമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത്. ലേറ്റായോ? ഇല്ല, സമാധാനം. ഞാൻ പോകുന്നു. അപ്പം ഗൈസ് ഒരു കേവ് കണ്ടുപിടിച്ചിട്ട് അറിയിപ്പിക്കാം. അപ്പോൾ ഗൈസ് ഞാനിങ്ങോട്ട് ഇങ്ങനെ കുഴിച്ചിറങ്ങിയപ്പോൾ ലഷ് കേവിൽ വന്നിറങ്ങി. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫുഡൊന്നും ഇല്ല കയ്യിൽ, കാര്യമായിട്ടൊന്നുമില്ല. കൊള്ളാം, നല്ല സ്ഥലം. എന്താ റെസ്റ്റ് സ്റ്റോണോ? കുഴിച്ചോക്കട്ടെ. റെഡ് സ്റ്റോണോ? ആവശ്യമുണ്ട് എന്നേ പറയാക്കില്ല. വല്ല ലാഭം കണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല. ഒന്നും കാണാനും വയ്യ. അതിനകത്ത് ജാവേല കണക്കുമല്ല കൊണ്ടുവരണം. കൈക്ക് പിടിച്ചാൽ ഇവിടെ നിന്ന് അങ്ങനെ പുറത്ത് എന്താ ഇങ്ങോട്ട് മാത്രം ലൈറ്റ് വരാത്തെ? ഡയമണ്ട് വന്നിട്ടുണ്ടത് ആണെന്ന് തോന്നുന്നു. ഈശ്വര, അതാ ഒരു ഡയമണ്ട്. ഇപ്പം എങ്ങനെ പോട്ടോ ഇതിൻ്റെ? കയറി പോവാം. അത്യാവശ്യത്തിന് ബ്ലോക്കും ഇല്ല, ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വിട്ട് കയറണം. ഒരു ഡയമണ്ട്. ഇതങ്ങ് അടക്കണം, എന്നിട്ട് കുഴിച്ചിറങ്ങണം. ഇത് സമയം എടുക്കും. പോണതുമില്ല അങ്ങോട്ടൊക്കെ. അത് ഡയമണ്ട് അല്ലാന്ന് അങ്ങ് ഒരെണ്ണം ഇപ്പോൾ ഉണ്ട്. അതല്ല അങ്ങ് കാണാൻ വെക്കുമെന്ന് അറിയാൻ വയ്യ. എനിക്ക് വന്നാൽ അത് ലാപ്പിസ് എടുക്കണം എൻചാൻറ്റിങ്ങിന്. ഇതാണ് ഈ ഗെയിമിലെ ഡയമണ്ട്. ഒറ്റൊരെണ്ണം സ്ഥലമില്ലേ? ഈശ്വരപ്പെട്ടു. തൽക്കാലം സ്റ്റെയറാണ്. ഒരു ഡയമണ്ട്. ലൈറ്റ് പോയോല്ല, പോയതോടെ ലൈറ്റ് മൊത്തം പോയി. ഇല്ല, അങ്ങ് വരണം നിൽപ്പുണ്ട്. അങ്ങോട്ട് നമ്മൾ എങ്ങനെ പോകുമോ?
എന്നിട്ട് നോക്കില്ല. ഇവിടെ ഒരു ടോർച്ച് ഇച്ചിരി കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. എന്തായാലും നമ്മളുള്ളതിൽ ഞാൻ കുത്തിയിരുന്ന് ഉണ്ടാക്കിയതാണ്. ഒരു സ്റ്റേക്ക് ക്യാമ്പ് ഫയർ ക്രീപ്പർ ഫാമിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പർ ഫാമിൽ ലൈറ്റ് ഇതായിട്ട് സ്പോൺ ആവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാനുവലാക്കുന്ന വിചാരിച്ചു. ഡയമണ്ട് എന്ത് അങ്ങ് പഴയ ടെക്നിക്ക് എടുക്കാം. ബ്രിഡ്ജ് ചെയ്ത് ഈശ്വര വീടല്ലേ. കൊള്ള ഡയമണ്ടോ വീണാ ചത്തു. അങ്ങ് ഇച്ചിരി കൂടെ പോകണം. ഇവിടുന്ന് തന്നെ കുഴപ്പമൊന്നുമില്ല, ചാടിയാലും മതി. താഴെ വെള്ളമോ സ്ഥലം ഇവിടുന്ന് തന്നെ നേരെ. അയ്യോ സ്ഥലം കഴിഞ്ഞു. ഇവിടുന്ന് നോക്കിയാലും മതി. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. ഡയമണ്ട് ഇവിടുന്ന് പറയാം. മോസ് എടുത്തോണ്ട് പോവാം. ഇതിൻ്റെ മൾട്ടിപ്ലെയർ വീഡിയോ വേണമെങ്കിൽ പറയണേ. മൾട്ടിപ്ലെയർ സാൻഡാണോ? സാൻഡ് അങ്ങനെ ആകാശത്ത് നിൽക്കുന്നേ. ഡയമണ്ട് ഇത് കഴിഞ്ഞ് വെള്ളം ഉണ്ടെങ്കിൽ അതും എടുക്കണം. വെള്ളമല്ല, ലാവ മുകളിലുണ്ട്. ഡയമണ്ട് ഭയങ്കര കുറവാണ്. കാണാൻ വയ്യ. ചേട്ടാ എന്താ സൗണ്ടില്ല? അത് മീനല്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ട്രോപ്പിക്കൽ ഫിഷ് എന്തെങ്കിലാട്ട്. ഡയമണ്ട് അയണെങ്കിലും ഒന്നും ഉണ്ടായിരുന്നത്. ഗോൾഡ് ഇതാവശ്യമുണ്ട് നെതറിൽ പോകാൻ. ഇല്ലെങ്കിൽ അവിടുത്തെ പെഗ്ലിൻസ് ഒന്ന് അടിച്ച് കൊല്ലും. പിന്നെ എനിക്ക് വയ്യ. കിട്ടിയോ? ഗോൾഡ് ഇങ്കട്ട. അതായത് ഈ ഡയറക്റ്റ് സ്ഥലമില്ലേ? എന്താ റാബിറ്റ്സ് ഫൂട്ടോ എന്തെങ്കിലും ആട്ടെ. ഞാൻ ലൈക്ക് ഇതെന്താ സോംബി സ്പോണാറ്റുന്ന സാധാരണ ചാറ പറ സോംബിയും സ്കെലിറ്റണും ഇവിടെ ലഷ്കേവ് ആയതുകൊണ്ടാണോ എന്തോ. ലാപ്പിസ് അതാവശ്യമുള്ള വെച്ചോ. അത് ഡെഡ് എൻഡായിരുന്നു. കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഇവിടെ നിന്ന് വെച്ചോക്കട്ടെ. പറയാൻ ഒക്കില്ല, എല്ലായിടത്തും മിസ്സാക്കിയല്ലേ. കാര്യമായിട്ടൊന്നുമില്ല. ഡയമണ്ട് മൈനിങ്ങിന് വന്നതാണ്. ഇതെന്താ ഇങ്ങോട്ടൊരു വഴി? അല്ല മോബ് സ്പോണറാണോ? അല്ല, ഡെഡ് അമ്മ തന്തോസീടാണോ എന്തോ. കാര്യമായിട്ടൊന്നുമില്ല. എത്ര ഡയമണ്ട് വെട്ടിയാന്തോ. എനിക്കൊന്ന് 2 ഡയമണ്ടാ. 1 ഡയമണ്ടോ? ഈശ്വര. ഇല്ല, നമ്മൾ അവിടെ എവിടെയും കണ്ടല്ലേ നമുക്ക് കയറിയോ. ഇവിടുന്ന് കിട്ടിയില്ലേ? ഇനിയും കയറണോ? എൻ്റെ പൊന്നോ, നമ്മളെടുത്ത് കാര്യം ചെയ്യാം. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് അതാകുമ്പോൾ അവിടുത്തെ റെഡ് സ്റ്റോണും കിട്ടും. റെഡ് സ്റ്റോൺ ഇപ്പോൾ വേണം വെച്ചേക്കാം. റെഡ് സ്റ്റോൺ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ
റെഡ് സ്റ്റോണും കോപ്പറൊക്കെ പെട്ടെന്ന് കിട്ടും. അതായത് ഇതിങ്ങനെ തോനെ ഒരു ബ്ലോക്കിൽ നിന്ന് 2-3 കിട്ടൂലേ. ഞാനിതെവിടെ എത്തി? ഈശ്വര, ഒന്ന് കാണാൻ അങ്ങോട്ടൊരു ടോർച്ച് ചെയ്ത് റെസ്കി. അന്നേരം ഞാൻ അവിടെ ടോർച്ച് റെസ്കിയാണോ കുറച്ചുകൂടെ താഴെ നാട്ടുകാരെ സൂക്ഷിച്ചാണ്. ആ സാധനമാണ് വല്ലാത്ത കഷ്ടമുണ്ട്. സ്റ്റോണാണ്, ഡീപ്പ് സ്ലൈറ്റാണ്. കോബിൾ സ്റ്റോൺ ആണ്. ഡീപ്പ് സ്ലൈറ്റ് ഇതും വേറെ. ഡയമണ്ട് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ എവിടെ നിന്നുണ്ടായെന്നുള്ള മൈൻഡ് ചെയ്തത്. ഇതല്ലേ സ്ഥലം? ഇവിടെ ആണല്ലോ. ഇവിടെ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഡയമണ്ട് കാണുന്നത്. ഇതുവഴിയല്ലേ നമ്മൾ കയറിയത്? പിന്നെ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നേ. ഇല്ല, അവിടെയാണ് നമ്മൾ കുളിച്ചത്. അമ്മേ, ഞാൻ ചെയ്യുന്നു കറാവച്ചു. എൻ്റെ ഡയമണ്ട് അവിടെ പോയി. ഇത് കിട്ടില്ലല്ലോ. ഡീസ്പോണായോ? ആകെ ഉള്ളൊരു ഡയമണ്ട് അത് ഡീസ്പോണായെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് വേറെ അങ്ങോട്ട് പോവാം. ഇവിടെ വേണ്ട, അവിടെ പാടാം. ഇങ്ങോട്ട് വെച്ച് കയറാം. ഇല്ലെങ്കിലേ അത് ഭയങ്കര പണിയാണ്. എന്താ കുടുങ്ങിയത്? സാൻഡിനെ അങ്ങോട്ട് ബിൽഡ് ചെയ്താൽ അതെല്ലാം കൂടെ കുടുങ്ങി വീഴും. എന്നിട്ട് ചാവാൻ വയ്യ. എനിക്ക് വിശ്വാസമില്ല നടന്നേ പോണത്. ഞാൻ ബ്ലോക്കൊന്നും വെക്കണില്ല. ഇങ്ങോട്ട് ഒന്നും സംഭവിച്ചില്ല. ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ച ഗോൾഡാണെന്ന്. ഇങ്ങോട്ടും ഉണ്ടോ? പേടിച്ചു പോയി. എന്താ ഇവിടെ വെള്ളച്ചാട്ടം? സ്ഥലമൊന്നുമില്ല. മീനങ്ങടുത്ത് കളയാം. ഓക്കെ, ഒന്നും കാണാനും വയ്യ. ഇവിടുന്ന് അങ്ങനെ പുറത്തടക്കുമ്പോ ഇവിടെ ആക്സിലോട്ടിലുണ്ടോ? അയ്യോ, അയണുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ അയണുണ്ട്, പിന്നെ പേടിക്കണ്ട. അങ്ങനെ ഞാൻ ഇവിടെ ഒന്നുമില്ല. ടോർച്ച് കാര്യമില്ല. ക്യാമ്പ് ഫയർ വെക്കാം. ഞാൻ ഇങ്ങനെ വന്ന ഡയമണ്ടും ഈ ഗോൾഡും ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഇങ്ങോട്ട് ചാടണം. ഇല്ലെങ്കിൽ കണ്ടോ, അതങ്ങ് താഴെ കുറച്ച് ട്രാപ്പൊക്കെ ചെയ്യുമൊക്കെ ഉണ്ട് ആൾക്കാർ. ആയിരിക്കുമല്ലേ?
അതാ അങ്ങനെ ഫൈനലി ആണോ അതാവാനാണ് ചാൻസ്. അല്ല, എന്തായാലും ഇരിക്കട്ടെ. ഒരു ഡയമണ്ട് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അയണുണ്ട്, എടുത്തേക്കാം. നല്ല മാശം വന്നാലോ. അതവിടെ ഇരിക്കട്ടെ. നല്ല അയം വേണോ? മൈൻ ഷാഫ്റ്റ് ഗോൾഡ് ആവശ്യമുണ്ട്. ഗോൾഡ് ഇരിക്കട്ടെ, ആവശ്യം വരും. നെതറിലല്ലേ കയറാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ നെതറിൽ കയറും. ഈ എപ്പിസോഡിൽ മൈനിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം എൻ്റെ അയൺ ഫാർം കാണിച്ചു തരുന്നതായിരിക്കും. ആക്സിലോട്ടർ ഈ സംഭവത്തിനാണ് ഞാൻ ഇങ്ങനെ വന്നത്. വുഡുണ്ടോ? ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഈശ്വരാ, ഈ സാധനത്തിനാണ് ഞാൻ ഇങ്ങ് വരെ വന്നത്. പിന്നെ ബക്കറ്റ് ബക്കറ്റ് കിട്ടി. സമാധാനം. ഇവിടെ വെച്ചാൽ വീഴോ അറിയാൻ വയ്യ. ചാടി നോക്കാം. ഒരു ബക്കറ്റ് വെള്ളം. ആക്സിലോട്ടിൽ ഡീസ്പോൺ ആയോ? ഇല്ലേ, ഇത് പോയോ? എനിക്ക് തോന്നിയതാ. അതാ പോണം, ഇങ്ങോട്ട് പോകണം. പിന്നെ ഞാൻ അയ്യോ ഓടാ, എവിടെ വരെ തിരക്കിയെന്നറിയോ? ഇത് ചെറുതാണോ? അപ്പോൾ ഒരെണ്ണം കൂടെ ക്രാഫ്റ്റ് ചെയ്യണോ? ഇവിടെ നിന്നിടവാനേ, ഞാനിപ്പോൾ വരാം. ആര് ക്രാഫ്റ്റിൻ്റെ ഇതിനെ കാണുമ്പോൾ എനിക്ക് നമുക്ക് പെട്ടെന്നൊരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ടാക്കാം. അക്വേറിയം കണക്ക്. അതാ നീല എത്രണ്ണ. അങ്ങനെയാണെങ്കിൽ എല്ലാം ഉണ്ടാക്കിയേക്കാം. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്താ ലേറ്റായിട്ട് ഡാമേജ് എടുത്തില്ല കൊണ്ട്. അതാ ഡയമണ്ട്. എല്ലാ ലക്കും കിട്ടുമ്പോൾ ഒരുമിച്ചാണ് ഞാനിപ്പോൾ എടുത്ത് കളയാൻ പോണത്. ബക്കറ്റ് ചിക്കനിലൊക്കെ ഒന്നും വേണ്ട, കോഴിക്കാലെടുത്ത് രണ്ടെണ്ണം മതി. ഈ ആക്സിലോട്ടിൽ എത്ര റെയറാണെന്നറിയോ? അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലോട്ട് നിന്നിട്ട് ഈ സ്റ്റിക്കും കൂടെ അങ്ങ് എടുത്ത് കളയുക. ഈശ്വര, എല്ലാ ലക്കും കിട്ടുമ്പോൾ ഒരുമിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ലക്ക്. ഒരു ഡയമണ്ട്, 2 അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.